ഇത് പ്രകാശിൻ്റെ കഥയാണ്. ഞങ്ങളിൽ ഒരാളായിരുന്നു പ്രകാശ്. അതുകൊണ്ട് തന്നെ ഈ കഥ ഞങ്ങളുടെയും ഒപ്പം അവൻ്റെ പ്രവചനങ്ങളുടെയും കഥയാണ്. സൗഹൃദങ്ങളുടെ, സ്നേഹത്തിൻ്റെ, പ്രതീക്ഷകളുടെ, നൊമ്പരങ്ങളുടെ ഒക്കെ ഒരു സുന്ദര ലോകം ഞങ്ങൾക്ക് ചുറ്റും എന്നും ഉണ്ടായിരുന്നു. അതിലുപരിയായി മറ്റൊരു ലോകം അവന് മാത്രം സ്വന്തമായിരുന്നു. തൻ്റേതായ നിരീക്ഷണങ്ങളിലൂടെയും അനുമാനങ്ങളിലൂടെയും ചുറ്റുപാടുകളിൽ നിന്നും സ്വാംശീകരിച്ചെടുത്ത നിഗമനങ്ങളിലൂടെയും സായത്തമായ പ്രവചനങ്ങൾ. അതെ, ഇത് നമ്മുടെ പ്രകാശിൻ്റെ പ്രവചനങ്ങളുടെ കഥയാണ്. ഇന്ന് നിന്റെ കൂട്ടുകാരിയൊന്നും കണ്ടില്ലല്ലോ. അമ്മ കഞ്ഞിയമ്മ വരുമ്പോ അവർ വരും. ഇന്ന് കഞ്ഞിയാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? ശരി, എങ്കിലും കറി എന്താണെന്ന് പറയേ. എന്താ സംശയം? കപ്പ. എന്റെ ഈശ്വരാ, ഇതെങ്ങനെ നീ അറിഞ്ഞു? അമ്മ എന്നെ കുളിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ കയ്യിൽ പച്ചക്കപ്പയുടെ മണം ഉണ്ടായിരുന്നു. ഇവിടെ കപ്പക്കറി വെക്കുമ്പോഴൊക്കെ ഒപ്പം കഞ്ഞിയാണ് ഉണ്ടാക്കുക. മനസ്സിലായോ? ആ, മനസ്സിലായി. എന്തായാലും വൈകിട്ടത്തെ ഭക്ഷണം എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. അത് ഭാഗ്യം. ആ, എന്നാ ഞാൻ പോയി കഞ്ഞി കൊണ്ടുവരട്ടെ. അമ്മേ, അമ്മ ഇപ്പോൾ പറഞ്ഞില്ലേ ഭാഗ്യമെന്ന്. ഒന്നോർത്താൽ ഞാൻ ഭാഗ്യവാനല്ലേ. അമ്മ ഇപ്പോഴും എന്നെ കുളിപ്പിക്കുന്നു, പൗഡർ ഇടിക്കുന്നു, ഉടുപ്പിടിക്കുന്നു, ഭക്ഷണം വാരിത്തരുന്നു. ആർക്കുണ്ടെങ്കിൽ ഭാഗ്യം. മക്കൾ എത്ര വളർന്നാലും എപ്പോഴും അമ്മയ്ക്ക് അവർ കുഞ്ഞുങ്ങൾ തന്നെയാ. പക്ഷെ ഇപ്പോ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞോ എന്നൊരു സംശയം. പോടാ, കഞ്ഞി അടുപ്പേല വെന്ത് പോയിട്ടുണ്ടാവോ എന്തോ. മോനെ, മോനെ, എഴുന്നേക്ക്. എത്ര നേരമായി വിളിക്കുന്നു? ഉറങ്ങിപ്പോയോ? ദാ കഞ്ഞി കപ്പി. ദാ ഇന്നത്തെ പത്രം. കഞ്ഞി എത്തുമ്പോ കൂട്ടുകാർ വരുമെന്ന് പറഞ്ഞിട്ട് അവരെത്തിക്കഴിഞ്ഞു. സാബുച്ചേട്ടനും പാലേട്ടനും പിന്നെ അരുണും. അവര് കേറി വരുന്നല്ലേ ഉള്ളൂ. എങ്ങനെ അറിഞ്ഞ ആരൊക്കെയാണെന്ന്? സാബുച്ചേട്ടനും ബാലേട്ടനും കോളിംഗ് ബെല്ലടിച്ച് അകത്തേക്ക് കയറി വരും. ഏകദേശം ഒരുമിച്ച് സംസാരിച്ചുകൊണ്ടേ വരും. പിറകെ ഒരു കാലടി ശബ്ദമുണ്ട്. അതരുണിൻ്റെതാണ്. ആ, ഞാൻ പറഞ്ഞില്ലേ അവൻ ഭക്ഷണം കഴിക്കുമായിരിക്കുന്നു. എല്ലാരും ഉണ്ടല്ലോ. കേരളത്തിലെ ദേശീയ ഭക്ഷണമായ കപ്പയും കഞ്ഞാണല്ലോ. ഇവന്റെ പ്രവചനങ്ങളൊക്കെ ശരിയാകുന്നുണ്ടല്ലോ ബാലു. അത് പിന്നെ നമ്മുടെ ശിക്ഷകനല്ലേ അല്ലേ? പൊട്ടക്കണ്ണം മാവിയിട്ട് കല്ലെറിയുമ്പോലെ വീണാ വീണ്. നീ വന്ന എന്നിട്ട് നീ എറിഞ്ഞ് ഇതുവരെ വരണ പോലും വീണിട്ടില്ലല്ലോ. ഇവൻ ആരാടാ പ്രശാന്ത് വരുന്നത്? ഒരു ശാന്തതയില്ലല്ലോ. ചൂടാകാതെ അണ്ണന്മാരെ. നിന്നെപ്പറ്റി അങ്ങനെ പറയോ പ്രകാശ? ടീച്ചറമ്മ പൊക്കോ, ഇത് ഞാൻ നോക്കിയോളാം. നിങ്ങക്ക് കഞ്ഞിയോ കപ്പയോ വല്ലതും വേണോ? വേണ്ട ടീച്ചറമ്മേ, ഞാൻ കഴിച്ചോളാം. കഴിച്ചോടാ. ഡാ അരുണേ, ഇന്ന് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട്, ഒരാൾക്ക് കൊടുക്കാനാ. ആ,
എനിക്കായിരിക്കില്ലടാ പ്രശാന്ത്. എന്താ കുഞ്ഞെ ഈ കട്ടൻ കാപ്പി മാത്രമേ ഉള്ള പരിപ്പോടല്ലേ ഇന്ന്? ഓ ഇയാളുടെ പരിപ്പോട കഴിച്ചിട്ടാണ് പിന്നെ വയറ്റിൽ നിന്ന് പോണ ഇയാളുടെ വാട്ട ചായ പിടിക്കും. പരിപ്പോടയും ചായം കഴിച്ച് നടന്നതേ എന്റെ പറ്റൂക്ക 100 പേജ് പാരയിട്ടത്. തന്നോട് ആര് പറഞ്ഞു 100 പേജിന്റെ മേടിക്കാൻ? 200 പേജിന്റെ മേടിക്കാൻ മേലെ മിണ്ടായിരുന്നോ? ഇല്ലേ ചായ മുക്കി കൊല്ലിഞ്ഞ. ആദ്യം തരാനുള്ള പൈസ ആടോ തരാം കേട്ടോ. പൈസ നിന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടല്ലോ. എൻ്റെ പോക്കറ്റിലോ? എവിടെ? ആകെ 20 രൂപ ഉണ്ട്, പിന്നെ ഒരു ലോട്ടറി ടിക്കറ്റും ഉണ്ട്. ആ ലോട്ടറി നീ നോക്കിയോ? ഇന്നത്തെ പത്രത്തിൽ അതിൻ്റെ റിസൾട്ട് വന്നു കാണും, നോക്ക്. സാബോട്ടാ ഒന്ന് നോക്കിയേ. ബാലട്ടാ ആ പത്രം ഇങ്ങെടുത്ത്. അത് തന്നെ KJ 1987. 100 ഉണ്ടോ നോക്കിയേ? 100 ഇല്ല. 500? 500 അതുമില്ല. അതുമില്ല. 1000 ഇല്ലേ? 1000 ഇല്ല. 0625. ഇതൊന്നും നോക്കിയേ? 0625. എടാ പ്രകാശ, ഈ കുളത്തിനൊരു പ്രത്യേക ഭംഗിയില്ലടാ. നോക്കി, ഇത് നമ്മളെ കാളികളോ അല്ലേ? അല്ലേ? 0625. ഓ അടിച്ചു മോനെ പ്രശാന്ത് നിനക്ക്. 5000 രൂപ അടിച്ചടാ. അടിച്ചാ? ഇത് അടിച്ചില്ലായിരുന്നു എന്റെ അമ്മ ഇന്ന് തന്നെ കൊന്നേനെ. ആ എടാ ചെലവുണ്ട് കേട്ടോ, ചെലവുണ്ട്. അത് ചെയ്യാം. ഞാനും നിന്നെ കൊല്ലും. ഹലോ, അപ്പൊ ഇനി 10 ദിവസം മാത്രമേ ഉള്ളല്ലോ. ഒരു കാര്യം ചെയ്യാം, അമ്മാവനോട് നിൽക്കും, ഞാൻ അങ്ങോട്ട് വരാം. ബാലേട്ടാ, സാബുവേട്ടാ, ഒരു സന്തോഷ വാർത്തയുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ പെങ്ങളുടെ കല്യാണക്കാരി? അത് ശരിയായിട്ടുണ്ട്. ചെറുക്കിന് ഈ മാസം 15-ാം തീയതി ലീവിന് വരുമെന്ന്. ചെക്കൻ എവിടെടാ? ചെക്കൻ ഗൾഫിലാ. അപ്പൊ ഇനി 10 ദിവസം മാത്രമേ ഉള്ളല്ലോ. നീ അതിന് മാത്രം ദിവസമല്ലല്ലോ നീ. അതെ അതെ, ഇന്നലെ നല്ല വാർത്തകളാണല്ലോ കേൾക്കുന്നത്. അതെ, ഞാനിത് മാറി കാശാക്കി തരാം. അലി വാ. ശരി മുതലാളി. എന്നാലും ആ ടിക്കറ്റ് അടിക്കുന്നു. നീ എങ്ങനെയാ എത്ര കൃത്യമായിട്ട് പറഞ്ഞത്? പ്രശാന്ത് ഇന്നലെ ടിക്കറ്റിനെ കാണിച്ചിരുന്നു. അതിലെ അവസാന അക്കങ്ങൾ 0625 ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എടാ പക്ഷെ നീ ആ അക്കങ്ങൾ ശ്രദ്ധിക്കാൻ എന്താ കാരണം? എൻ്റെ ജനനത്തീയതി ജൂൺ 25 അതായത് 0625. കൊള്ളാം, നല്ല നിരീക്ഷണം. ഇതിന് നിനക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്, വേണമെങ്കിൽ ചിന്തിച്ചോ. അപ്പോ ഞങ്ങൾ പോയിട്ട് വൈകിട്ട് വരാം. ശരി എന്നാ പോയിട്ട് വരാം. എടാ ഞാനും വൈകിട്ട് വരാം കേട്ടോ. പ്രകാശേ, നിനക്കൊരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. എന്താന്ന് വല്ല ഊഹം കിട്ടിയോ? ഇല്ല ബാലേട്ടാ, എന്തോ മോശമായ ചിന്തകൾ എന്നെ വേട്ടയാടുന്ന പോലെ, ഒരു ബാഡ് ന്യൂസ് അടുത്ത് വരുന്നത് പോലെ, ആകെ ഒരു മൂഡ് ഓഫ്. കൊറേ നേരം നീ ഒറ്റയ്ക്കല്ലേ? അതെ, അതുകൊണ്ട് പിന്നെ നിനക്ക് സന്തോഷമുള്ള ഒരു കാര്യം പറയാനാ ഞങ്ങൾ വന്നത്. അതെ, എന്തായാലും ബാലേട്ടൻ അത് നിന്നോട് പറയും. അവനോട് പറഞ്ഞോ? എല്ലാരും എത്തിയല്ലോ, ഇനി പറയാം. നീ പണ്ട് എഴുതിയൊരു കവിത നിന്റെ അനുവാദം ഇല്ലാതെ ഞാനൊരു ട്യൂണിട്ടു. അത് നമ്മുടെ ഹരിയെ കൊണ്ട് ഞാനൊന്ന് പാടിപ്പിച്ചു. നീ ഒന്ന് കേട്ടു നോക്കി. മൃദുമന്ദസ്മിതം തൂകും മലരേ, മധുവണ്ടായി ഞാൻ മൂളിടാമരികെ.
മൃദുമന്ദസ്മിതം തൂകും മലരേ മധുവണ്ടായി ഞാൻ മൂളിടാമരികെ നിന്നീല നയനം നാണത്താൽ മൊഴിയും കാർക്കൂന്തൽ ചുരുളോ വാർമേഘമഴകോ പൊന്മേലേറ്റുവാടല്ലേ വേടാമ്പലേ നറുപൂന്തിങ്കൾ തോൽക്കുമെന്നുയിരേ എണ്ണാദ്യാനുരാഗത്തിനഴകേ കൽവിളക്കിലെ കാവൽ നാളമായി കാത്തു നിന്നിടാം നിൻചാരേ അന്തിവിണ്ണിലെ ചന്ദ്രകാന്തമായി വീതിയോതിടാം നിൻ കാതിൽ നീ എന്റെ പാട്ടിന്റെ പാലാഴി പൂന്തേനോ ഇടനെഞ്ചിലിടറും നീ പ്രണയത്തിൻ ഈണങ്ങൾ പാഴ്ശ്രുതിയായി ഞാൻ മീട്ടുന്നു മൺവീണയായി മൃദുമന്ദസ്മിതം തൂകും മലരേ മധുവണ്ടായി ഞാൻ മൂളിടാമരികെ മൺചിരാതിന്റെ ദീപനാളമായി കാന്തിയേകിടാമീരാവിൽ മന്ത്രവേണുവിൻ ഇന്ദ്രജാലമോ നാമമോതിടും നിന്നാദം വരമാല്യമണിക്കമരികെ നീ അണയുമ്പോൾ മണിമാരൻ ചാർത്തിടാം പൂന്തിങ്കൾ പൂത്താലി മഴവില്ലായി നീ മായല്ലേ വിൺമാറിലായി നറുപൂന്തിങ്കൾ തോൽക്കുമെന്നുയിരേ എണ്ണാദ്യാനുരാഗത്തിനഴകേ ഏകാന്തജാലകം പാതിചാരി നീ ചാഞ്ഞുറങ്ങിയോ വെൺപ്രാവേ താരാട്ടുപാട്ടിന്റെ ശീലുമൂളി നീ നിദ്ര പൂകിയോ പൂങ്കാറ്റേ വരവായി സഖി നിന്നെ ഒരു മാത്ര കണ്ടിടാം നെറുകിൽ ഞാൻ ചാലിക്കാം മറുവാക്കിൽ മണിമുത്തം എന്നകതാരിൽ ഞാൻ പേറും നിന്നോർമകൾ നറുമന്ദസ്മിതം തൂകും മലരേ നിന്തളമായി ഞാൻ കൊഴിയുന്നു അകലെ. നന്നായിട്ടുണ്ട്. നമ്മുടെ ഇഷ്ടം അറിഞ്ഞിട്ടും ചിലർ നമ്മളെ വിട്ടുപോയാൽ പിന്നെ ഒരിക്കലും അവർ തിരിച്ചു വരില്ല എന്ന് നയിക്കുമായി. ഇനിയും നീ വിഷമിക്കരുത്, പോയൊരു പോട്ടറാ. ഹലോ, കാണാനില്ലെന്നോ? എപ്പോ? ഞാനിപ്പോ വരാം. എന്താ സാബു? നമ്മുടെ ലക്ഷ്മിയെ കാണാനില്ല. വൈകിട്ട് അമ്പലത്തിൽ പോയതാന്ന്. അവളെ അമ്പലത്തിൽ വെച്ച് വൈകുന്നേരം കണ്ടാണല്ലോ. എന്നാലേ വാ, നമുക്കൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം. വന്നേ സമയട്ടാ, നമ്മുടെ ലക്ഷ്മിയെ കാണാനില്ലെന്ന്. നമ്മുടെ കേശവന്റെ മകളല്ലേ? ആ കുട്ടിക്കൊന്നും പറ്റല്ലേ ഈശ്വര. ഞങ്ങൾ പോയി അതൊന്ന് അന്വേഷിച്ചിട്ട് വരാം. ഇളയച്ചനപ്പം വന്നു. ഇപ്പം എത്തിയതേ ഉള്ളൂ.
നിന്നെ ഒന്ന് കാണണമെന്ന് തോന്നി. മനസ്സിനൊരു സുഖമില്ല അളേച്ച. നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ആരും ശ്രദ്ധിക്കാത്ത ഞാൻ കാണുന്നു, കേൾക്കുന്നു, ചിന്തിക്കുന്നു. അതെല്ലാം നടക്കുന്ന പോലെ. എനിക്കറിയാം മോനെ, അത് നിനക്ക് ജന്മനാ കിട്ടിയതാ, ദൈവം തന്നതാണ്. യുക്തിക്കും ബുദ്ധിക്കും ശാസ്ത്രത്തിനുമപ്പുറം ചില കാര്യങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. ആ പ്രത്യേക കഴിവുകൾ ഒരു അനുഗ്രഹമാണ്, അതുപോലെ തന്നെ അപകടവും. മോനിപ്പോൾ ഉറങ്ങിക്കോളൂ, ഒന്നും ആലോചിക്കണ്ട. ഇളയച്ചൻ കുറച്ച് ദിവസത്തോടെ കാണും. എടാ പ്രകാശ, ഈ കുളത്തിനോട് പ്രത്യേക ഭംഗിയില്ലടാ. നോക്കി. മിണ്ടായിരുന്നോണില്ലേ ചായ മുക്കി കൊല്ലി. പ്രകാശ, നീ അറിഞ്ഞോ? റെയിൽവേ ട്രാക്കിൽ ഒരു പെൺകുട്ടിയുടെ ശവം കിടക്കുന്നു. ബാലേട്ടൻ അങ്ങോട്ട് പോയിട്ടുണ്ട്. അത് ലക്ഷ്മി ആയിരിക്കില്ല. അവൾ ഒരിക്കലും ആത്മഹത്യയില്ല. കേശവേട്ടൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് നായക വന്നിട്ടുണ്ട്. അത് എറണാകുളത്തുള്ളൊരു കൊച്ചിൻ്റെയാ ആത്മഹത്യ, പ്രേമനൈരാശ്യം. പിന്നെ അവൾ എവിടെ പോയിരിക്കും? ദേ നമ്മുടെ ഗ്രൂപ്പിൽ ലക്ഷ്മിയുടെ ഫോട്ടോ വന്നിട്ടുണ്ട്. കാണാനില്ലാന്ന് തലക്കെട്ടുമുണ്ട്. അവൾ ജീവിച്ചിരിക്കില്ല. പ്രകാശ, എന്താ നിന്റെ മനസ്സിൽ? നീ തുറന്നു പറയും. ഇന്നലെ വൈകിട്ട് ഏകദേശം ഇതേ സമയം നമ്മുടെ കാളികുളത്തിലാരും. നീ തെളിച്ചു പറയും. ഹലോ, ആ സാബു. കാളികുളത്തിലൊരു ബോഡി ഇട്ടിട്ടുണ്ട്. കാളികുളത്തിലോ? പോലീസൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മുടെ ലക്ഷ്മിയാണെന്നൊരു സംശയമുണ്ട്. നമ്മുടെ ലക്ഷ്മിയാണോ? അതേ ബാലേട്ടൻ, ഞാൻ വിളിക്കാം. ആരുടെ? അവിടെ നമുക്ക് പോയി അന്വേഷിക്കാം. എന്ത് പ്രകാശ? അലീഷ്, നീ വേഗം പോയി ഡോക്ടറെ വിളിച്ചേ. പ്രകാശ, എടാ എന്താ പറ്റിയേ? പ്രകാശ, എടാ എന്താടാ പറ്റിയേ? ഒന്ന് പറയ്. എടാ എടാ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് ചില പ്രത്യേക വ്യക്തികൾക്കുള്ള കഴിവാണ്. മെഡിക്കൽ ടൈംസിൽ ഇതിനെ ESP എന്ന് പറയും, എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. അതായത് ഒരു അതീന്ദ്രിയ ജ്ഞാനം അല്ലേ സാർ? നമ്മൾ ഈ ആറാം ഇന്ദ്രിയം, സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയുന്ന പോലെ. എക്സാക്ട്ലി. ഇങ്ങനെ നിമിത്തങ്ങളെയും നിഗമനങ്ങളെയും യുക്തിബോധത്തെയും ചേർത്ത് പ്രവചിക്കുമ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാവും. മാനസിക സമ്മർദ്ദം, ശക്തമായ തലവേദന, നെഞ്ചുവേദന, ഇവയൊക്കെ ഇതിൻ്റെ മറുവശങ്ങളാണ്. സാരമില്ല. ക്ലോക്ക് നിന്നല്ലോ. എന്നാ ശരി. ശരി സാർ. ബാലേട്ട, ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഇതുകൂടെ പറയാതെ വയ്യ. നാളെ ലക്ഷ്മിയുടെ കൊലപാതകയെ തിരിച്ചറിയും. പിന്നെ നാളെ 12 മണിക്ക് മറ്റൊരു കൊലപാതകവും ഒരാത്മഹത്യയും. നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്കങ്ങനെ തോന്നുന്നു. പ്രകാശേ, ഇപ്പോഴെങ്കിലും നീ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും സൂചനയുണ്ടോ? നീ പറഞ്ഞനുസരിച്ച് ഇനിയും 2 മണിക്കൂർ സമയമുണ്ട്. പ്രകാശ, നിനക്ക് എന്തെങ്കിലും പറയാൻ പറ്റുന്നുണ്ടോ? എൻ്റെ മനസ്സിലൊന്നും വരുന്നില്ല. എന്തായാലും നമ്മൾ ഇവിടെ മുഴുവൻ അരിച്ചു പറക്കും. എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നം കണ്ട ഒരു അത്യാഘാതം ഒഴിവാക്കാമല്ലോ. അതെ. ഇക്കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും പറയാൻ പറ്റട്ടെ? ഞങ്ങൾ പോയിട്ട് വരാം.
പ്രകാശേ എണീക്ക്. ആ അരുണോ? എല്ലാവരും എല്ലാ സ്ഥലവും അരിച്ചു പറക്കി. എവിടെ ഒരു പ്രശ്നമില്ല. ഒരു ഉത്തരം എനിക്ക് കിട്ടി. ലക്ഷ്മി ആരാണ് കൊന്നതെന്ന്. ആരാ കൊന്നത്? അവരും കൂടെ വരട്ടെ. അപ്പോൾ എന്നോട് മാത്രം നീ അത് പറയില്ല. പറയടാ പ്രകാശ, ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലടാ. ഇല്ല. അപ്പോൾ നിനക്കെല്ലാം മനസ്സിലായല്ലേ? അതെ, ഞാനാണ് അവളെ കൊന്നത്. മനഃപൂർവ്വമല്ല, പക്ഷേ സംഭവിച്ചു പോയി. എടാ, എനിക്ക് അവളെ ഇഷ്ടമായിരുന്നു. എന്നാൽ അതിലും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു. അന്ന് നിന്റെ സമ്മാനം തിരികെ തന്നിട്ട് അവൾ പോയപ്പോൾ ഞാൻ അവളെ കണ്ടിരുന്നു. ലക്ഷ്മി, ലക്ഷ്മി, ഒന്ന് നിന്നേ ലക്ഷ്മി. നീ അവനെ ഉപേക്ഷിച്ചത് ശരിയായില്ല, അതും ഈ അവസ്ഥയിൽ. ഞാൻ കുറച്ച് പ്രാക്ടിക്കലാ. എനിക്ക് സ്വപ്നങ്ങളുണ്ട്. നിന്നെ പോലെ ഉള്ളിൽ മറച്ചു വെക്കാൻ എനിക്കറിയില്ല. ഉള്ളിൽ മറച്ചു വെച്ചു വന്നോ? കൂട്ടുകാരന് വേണ്ടി എന്നോടുള്ള ഇഷ്ടം നീ മറച്ചു വെച്ചില്ലേ? അവിടെ അവിടെ ഞാൻ സ്വാർത്ഥനായി. ആരെയും അറിയിക്കാതെ ഞങ്ങൾ പ്രണയിച്ചു. പക്ഷേ അവൾ എന്നെയും ചതിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഞാനാകെ തകർന്നുപോയി. ഞാൻ അവളെ കാണാൻ തീരുമാനിച്ചു. അമ്പലത്തിനടുത്തുള്ള കാളികുളത്തിനടുത്തേക്ക് പോയി. നീ പറഞ്ഞതുപോലെ 6:25. ലക്ഷ്മി, നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് വെച്ച് എന്നെ നിയന്ത്രിക്കാനൊന്നും വരണ്ട. അങ്ങനെ വന്നാൽ പ്രകാശിനെ പോലെ എനിക്ക് നിന്നെയും. മതി, എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ നമ്മൾ തമ്മിൽ പിരിയുന്നതിന് മുൻപ് നീ പ്രകാശിന് കൊടുത്ത പോലെ ഒരു സമ്മാനം എനിക്ക് നിനക്കും തരാനുണ്ട്. ഇപ്പൊ എന്റെ ഏറ്റവും വലിയ സ്വപ്നം എന്റെ പെങ്ങളുടെ കല്യാണമാണ്. അതുവരെ എനിക്ക് എവിടെയും പോകാൻ വയ്യ. എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഒന്നും പുറത്തു പറയാനും വയ്യ. നീ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്. ടീച്ചറമ്മ എന്റെ അമ്മയെ പോലെയാണ്. നിന്റെ പ്രവചനങ്ങൾ എനിക്ക് അഭിമാനമാണ്. പക്ഷേ ഇപ്പോഴത്തെ നിന്റെ ഓരോ പ്രവചനവും അതെന്നെ പോലീസിലേക്ക് അടുപ്പിക്കുകയാണ്. നിന്റെ ഓരോ വാക്കിലും എന്റെ പെങ്ങളുടെ കണ്ണുകൾ നനയുന്നുണ്ട്. അവളുടെ കല്യാണം, അതുവരെയെങ്കിലും ഒരു കുറ്റവാളിയാകാൻ എനിക്ക് വയ്യ. ഞാൻ പറയുന്നത് സത്യം മാത്രമല്ലേ? എങ്കിൽ ഞാനൊരു പ്രവചനം നടത്തട്ടെ. മറ്റൊരു സത്യം. 12 മണിക്കൊരു കൊലപാതകം നടക്കുമെന്ന് നീ പറഞ്ഞില്ലേ? ആ മരണപ്പെടുന്ന വ്യക്തി ആരാ നിനക്കറിയോ? നീ. ഇത് നീ എന്നെ കൊണ്ട് ചെയ്യിച്ചതാണ്. എനിക്കതിന് കഴിയില്ല. ഒന്നോർത്ത നീ ചെയ്യുന്നത് നല്ല കാര്യമാണ്. ഇങ്ങനൊരു ജീവിതത്തിൽ നിന്ന് ഒരു മോചനം. പക്ഷേ ഒരു സത്യം കൂടെ പറയട്ടെ. എനിക്ക് തോന്നിയത് ഈ 40 പോകുന്നത് നീയാണ്. നീ എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട. പ്രകാശ, പ്രകാശ, പ്രകാശ,
പ്രകാശ 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 ഡാ. ഡാ. പ്രകാശ പ്രകാശ ഇന്ന് ഞാൻ അവന്റെ മുഖത്ത് നോക്കിയതാ. എന്നാലേ എന്റെ മനസ്സിനൊരു സുഖം. പ്രകാശ പ്രകാശ ഇത്തവണ നീ തോറ്റടാ. ഇവിടെ ഒരു കൊലപാതകം നടന്നിട്ടില്ല, ഒരു ആത്മഹത്യ നടന്നിട്ടില്ല. അരുണേ, നിന്നെ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ടല്ലോ. അവരെന്തിനാ നിന്റെ ഫോൺ നമ്പർ മേടിച്ചത്? നീ ലക്ഷ്മി തമ്മില്? പ്രകാശ 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 അങ്ങനെ പ്രകാശിന്റെ അവസാന പ്രവചനങ്ങളും യാഥാർത്ഥ്യമായി. സ്വജീവൻ നൽകി വാക്കുപാലിച്ചവർ പുരാണങ്ങളിലും ചരിത്രത്തിലുമുണ്ട്. മരണമെന്ന സത്യവും പ്രവചനത്തിലെ സത്യവും ഒരുമിച്ചെത്തിയപ്പോൾ പ്രകാശ് എന്ന പ്രവാചകൻ ആത്മാഹൂതിയിൽ അഭയം പ്രാപിച്ചതാണ്. ഉത്തരം കാണാത്ത ആ ചോദ്യം ഇനിയും ഒരു പ്രവചനത്തിനായി അവശേഷിക്കട്ടെ. എൻ്റെ ജനനത്തീയതി ജൂൺ 25, അതായത് 06/25.